Hello dear friends, welcome back to our channel. I am Soumya Anish. Today I am making two variety shake. One is peanut milkshake and one dry fruit shake. This is two husband in office. I am making ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് നിങ്ങൾ വേറെ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ എൻ്റെ കൂടെ കിച്ചണിലേക്ക് പോരെ, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, ഉണ്ടാക്കി കഴിയുമ്പോൾ ഓരോ ഗ്ലാസ് കുടിക്കുകയും ആവാം. പീനട്ട് മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കടലമിഠായി ഇല്ലേ, അതിൻ്റെ പകുതി എടുത്ത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്, ഇനി 1 ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഇല്ലെങ്കിൽ സാരമില്ല, ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. പകുതി പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴവും കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ പകുതി പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്, ബാക്കി പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. പഴവും കൂടി ചേർത്തേക്കുന്ന കാരണം 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഇതുകൂടി ഒന്ന് നന്നായിട്ട് ചേർത്ത് അടിച്ചെടുത്തിട്ട് വരാം. പഴവും എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ അതിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പൊടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കടലമിഠായി, കുറച്ച് ബൂസ്റ്റൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കടലമിഠായി ഒന്നും ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാകില്ല, ശരിയല്ലേ? അപ്പോൾ ഇനി കാണുമ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ഉള്ള പീനട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ.
ഇനി മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി പാല്. ഇപ്പം നിങ്ങൾക്ക് എത്ര അളവാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ഇതൊരു 1.5 ഗ്ലാസ് പാലുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാഫ്രോൺ മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ചൂട് പാലിലേക്ക് സാഫ്രോൺ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു അരമണിക്കൂർ മുന്നേ. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ഷേക്കും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു സാഫ്രോണിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും തേനിൻ്റെയൊക്കെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ഫ്ലേവറാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇന്നുണ്ടാക്കിയ 2 ഷേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.